ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും HSAയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് കെമിസ്ട്രി മൊഡ്യൂൾ 5-നകത്തുള്ള സൊല്യൂഷൻസ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ഈ സൊല്യൂഷൻസ് SCERTയുടെ 8th സ്റ്റാൻഡേർഡിലെ ടെക്സ്റ്റിലുണ്ട്. ലൈനുകൾ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട്, 9th അതുപോലെ തന്നെ പ്ലസ് ടുവിന്റെ കെമിസ്ട്രിയുടെ ടെക്സ്റ്റിനകത്തും ഈ ഒരു ചാപ്റ്റർ ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ, നിങ്ങൾക്കൊരു റെഫറിങ് ഹെൽപ്പ് എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞതാണ്. അപ്പൊ നമുക്ക് എന്താണെങ്കിലും ചാപ്റ്ററിലേക്ക് കടക്കാം. നമ്മൾ സൊല്യൂഷൻസ് ലൈനുകൾ എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കിലേക്ക് വരുന്നതിന് മുൻപ് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളത് തന്നെയാണ്, നമുക്കതൊന്ന് റീകോൾ ചെയ്യാം. ഓക്കെ, ദ്രവ്യം എന്ന് പറഞ്ഞ മാറ്റർ, സ്ഥിതി ചെയ്യാൻ ആവശ്യമുള്ളതും മാസ് ഉള്ളതുമായ ഏതൊരു പദാർത്ഥത്തിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ദ്രവ്യം അഥവാ മാറ്റർ എന്ന് വിളിക്കാം. അപ്പൊ അതിനിരിക്കാൻ ഒരു സ്ഥലവും വേണം, അതുപോലെ തന്നെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള മാസും അതിനുണ്ടാകും. ഇതിനെ തന്നെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാൻ പറ്റും, ശുദ്ധ പദാർത്ഥങ്ങളിലും മിശ്രിതങ്ങളിലും, അതായത് പ്യുവർ സബ്സ്റ്റൻസസ് ആൻഡ് മിക്സ്ചേഴ്സ്. അങ്ങനെയാണ് നമ്മൾ ഇതിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പൊ എന്താണ് പ്യുവർ സബ്സ്റ്റൻസ് അല്ലെങ്കിൽ എന്താണ് ശുദ്ധ പദാർത്ഥങ്ങൾ എന്ന് നമുക്ക് നോക്കാം. ശുദ്ധ പദാർത്ഥങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരേ സ്വഭാവമുള്ള കണികകളാൽ നിർമ്മിതമായിട്ടുള്ള പദാർത്ഥങ്ങളെയാണ് നമ്മൾ ശുദ്ധ പദാർത്ഥങ്ങൾ എന്ന് പറയാം. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഓക്സിജൻ, നൈട്രജൻ, വാട്ടർ, സോൾട്ട്, ഇതിനകത്തൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരേ സ്വഭാവമുള്ള കണികകളാണ് ഇതിനകത്തുള്ളത്. അപ്പൊ അതുകൊണ്ടാണ് ഇതിനെ ശുദ്ധ പദാർത്ഥങ്ങൾ എന്ന് പറയുന്നത്. ഈ ശുദ്ധ പദാർത്ഥങ്ങളെ തന്നെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാൻ പറ്റും, മൂലകങ്ങൾ, സംയുക്തങ്ങൾ, എലമെന്റ്സ്, കോമ്പൗണ്ട്സ്, അങ്ങനെ രണ്ട് രീതിയിൽ നമുക്ക് അതിനെ തിരിക്കാം. ദെൻ മിശ്രിതം എന്ന് പറഞ്ഞാൽ വ്യത്യസ്ത സ്വഭാവമുള്ള കണികകൾ. ഇപ്പൊ ശുദ്ധ പദാർത്ഥങ്ങൾ എന്ന് പറയുമ്പോൾ എന്താണ്? ഒരേ സ്വഭാവമുള്ള പാർട്ടിക്കിൾസ് ആണ് അതിനകത്ത് ഇൻക്ലൂഡ് ആയിട്ട് ഇരിക്കുന്നത്. പക്ഷെ മിശ്രിതം എന്ന് പറയുമ്പോൾ മിക്സ്ചർ ആണ്, അല്ലെ? അപ്പൊ അതിനകത്ത് വ്യത്യസ്ത സ്വഭാവമുള്ള കണികകൾ കൊണ്ടായിരിക്കും അത് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പൊ അതിന്റെ എക്സാമ്പിൾസ് എന്തൊക്കെയാണ്? സോൾട്ട് വാട്ടർ, ഷുഗർ വാട്ടർ, സോഡ വാട്ടർ, 916 ഗോൾഡ്, മിൽക്ക്, നമ്മുടെ ബ്ലഡ്, പിന്നെന്താണ് മിക്സ്ചർ ഓഫ് എഥനോൾ ആൻഡ് വാട്ടർ, റൈസ് വാട്ടർ, സ്മോക്ക്, ഇതൊക്കെ എന്താണ്? മിശ്രിതത്തിന്, മിക്സ്ചറിന് എക്സാമ്പിൾ ആണ്. ഈ മിക്സ്ചറിനെ തന്നെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം. ഏകാത്മക മിശ്രിതം, ഭിന്നാത്മക മിശ്രിതം, ഹോമോജീനിയസ് മിക്സ്ചർ ആൻഡ് ഹെട്രോജീനിയസ് മിക്സ്ചർ. ഓക്കെ, എന്താണ് ഏകാത്മക മിശ്രിതം? ഏകാത്മക മിശ്രിതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്ന്. അപ്പൊ ഒരു കമ്പോണന്റ് ഒന്നല്ലല്ലോ എന്തായാലും മിശ്രിതം എന്ന് പറയുമ്പോൾ ഒന്നിലധികം കമ്പോണൻസ് എന്തായാലും ഉണ്ടാവുമെന്ന് നമുക്കറിയാം. അപ്പൊ ഏകാത്മക മിശ്രിതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മിശ്രിതത്തിന്റെ എല്ലാ ഭാഗത്തും ഒരേ ഗുണമാണ് അത് കാണിക്കുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ ഏകാത്മക മിശ്രിതം എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ ഉപ്പ് വെള്ളം, ആ വെള്ളം നമ്മൾ ഉപ്പ് വെള്ളം എന്ന് പറയുമ്പോൾ നമ്മൾ ഉപ്പ് നന്നായിട്ട് കലക്കി ആണ് ആ ഉപ്പ് വെള്ളമാവുന്നത്. അപ്പോ അതിന്റെ എല്ലാ ഭാഗത്തും ഒരേ ഉപ്പായിരിക്കും, അല്ലെ? നമ്മൾ നന്നായിട്ട് കലക്കണം, കലക്കിയില്ലെങ്കിൽ അത് വേറെയാവും. അപ്പൊ എന്താണ്? നന്നായിട്ട് നമ്മൾ കലക്കി ഒരു ഉപ്പുവെള്ളം എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എല്ലാ ഭാഗത്തും ആ ഉപ്പിന്റെ ഗുണം സെയിം ആയിരിക്കും, അല്ലെങ്കിൽ എല്ലാ ഭാഗത്തും ഒരേ ടേസ്റ്റ് ആയിരിക്കും അതിനുണ്ടാവാം. അപ്പൊ അതാണ് പറയുന്നത്, ഒരു മിശ്രിതത്തിന്റെ എല്ലായിടത്തും ഒരേ ഗുണമാണെങ്കിൽ അത്തരം മിശ്രിതത്തിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഏകാത്മക മിശ്രിതം. അതിന് എക്സാമ്പിൾ എന്താണ്? ഉപ്പ് വെള്ളം, പഞ്ചസാര, അന്തരീക്ഷ വായു, എഥനോളും ജലവും ചേർന്ന മിശ്രിതം, 916 ഗോൾഡ്. പിന്നെ എല്ലാ ലോഹസങ്കരങ്ങളും, അതായത് എല്ലാ അലോയ്സും എന്തിനകത്താണ് പെടുന്നത്? ഏകാത്മക മിശ്രിതത്തിലാണ് പെടുന്നത്. ഇതിന്റെ എക്സാമ്പിൾസ് പഠിച്ചു വെക്കണം. നമുക്ക് ഡെഫിനിഷൻ അല്ല ചോദിക്കാം, എക്സാമ്പിൾസ് തന്നിട്ട് താഴെ പറയുന്നവയിൽ ഏതാണ് ഏകാത്മക മിശ്രിതം, അല്ലെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏകാത്മക മിശ്രിതത്തിൽ പെടാത്തത് ഏത്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് ചോദിക്കുക. അപ്പൊ ഇനി അടുത്തത് എന്താണ്? ഭിന്നാത്മക മിശ്രിതമാണ്. അതായത് ഒരു മിശ്രിതം, ഭിന്നാത്മക മിശ്രിതം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഒരു മിശ്രിതത്തിന്റെ എല്ലാ ഭാഗത്തും അത് എന്ത് ഗുണമായിരിക്കും കാണിക്കുക? വ്യത്യസ്ത ഗുണമായിരിക്കും കാണിക്കണം, അല്ലെ? ഒരേ ഗുണമായിരിക്കില്ല, വ്യത്യസ്ത ഗുണമായിരിക്കും അത് കാണിക്കാം. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് മനുഷ്യരക്തം, പാല്, ചെളിവെള്ളം, പുക, മൂടൽമഞ്ഞ്, കഞ്ഞിവെള്ളം, ചോക്കുപൊടിയും വെള്ളവും ചേർന്ന മിശ്രിതം, ഇതൊക്കെ എന്താണ്? ഭിന്നാത്മക മിശ്രിതത്തിന് ഉദാഹരണങ്ങളാണ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മൾ ലായനി പഠിക്കുന്നതിന് മുൻപ് നമ്മൾ പഠിച്ചത്. ഇത്രയാണ്. ദ്രവ്യം എന്താണെന്ന് പഠിച്ചു, അതിന്റെ ഓരോ ഡിവിഷൻസ് പറഞ്ഞു നമ്മൾ എവിടെ വരെ എത്തി? ഭിന്നാത്മക മിശ്രിതത്തിൽ വരെ എത്തി. ഇത് ഞാൻ പറഞ്ഞത് ഇതിന്റെ എല്ലാത്തിന്റെയും ഉദാഹരണങ്ങൾ വളരെ കൃത്യമായിട്ട് പഠിച്ചിരിക്കുക. ഓക്കെ, ഇനി അടുത്ത നമ്മൾ പറയുന്നത് നമ്മുടെ പോർഷനിലേക്ക് നമ്മൾ വരികയാണ്. ദാറ്റ് ഈസ് ലായനികൾ അഥവാ സൊല്യൂഷൻസ്, അല്ലെ? സൊല്യൂഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്?
നമ്മളിപ്പോ നമുക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ട് അറിയുന്ന ഒരു സൊല്യൂഷൻ ആണ് സോൾട്ട് സൊല്യൂഷൻ അല്ലെങ്കിൽ ഷുഗർ സൊല്യൂഷൻ. നമ്മൾ നിത്യജീവിതത്തിൽ യൂസ് ചെയ്യുന്ന സൊല്യൂഷൻസ് ആണ് സോൾട്ട് സൊല്യൂഷനും അതുപോലെ തന്നെ ഷുഗർ സൊല്യൂഷനും എല്ലാം. ഉപ്പ്, വെള്ളവും പഞ്ചസാര, ലായനിയും എല്ലാം നമ്മൾ ഡെയിലി കൈകാര്യം ചെയ്യുന്ന ഇതാണ്. അപ്പൊ എന്താണ് ലായനി എന്ന് പറഞ്ഞപ്പോ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ഒരേ സ്വഭാവമുള്ള രണ്ടോ അതിലധികമോ പദാർത്ഥങ്ങളുടെ മിശ്രിതത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ലായനി എന്ന് പറയുന്നത്. ഒരേ സ്വഭാവമുള്ള രണ്ടോ അതിലധികമോ പദാർത്ഥങ്ങളുടെ മിശ്രിതം. അതായത് ഇപ്പൊ നമ്മള് ഒരു പാത്രത്തിൽ ഒരു ഗ്ലാസ്സിൽ കുറച്ച് വെള്ളം എടുത്തു. വെള്ളത്തിനകത്തേക്ക് നമ്മൾ എന്താണ്, നമുക്ക് ഉപ്പ് വെള്ളമാണ് ഉണ്ടാക്കേണ്ടതെങ്കിൽ നമ്മൾ ഉപ്പ് കുറച്ചിട്ടു. എന്നിട്ട് നമ്മൾ നന്നായിട്ട് അതിനെ ഡൈല്യൂട്ട് ചെയ്യുക അല്ലെ, നന്നായിട്ട് നമ്മൾ ഇളക്കിയിട്ട് അതിനെ എന്താണ് ഉപ്പ് ലായനി അല്ലെങ്കിൽ ഉപ്പ് വെള്ളം എന്നുള്ള രീതിയിൽ അതിനെ എടുത്തു. അപ്പൊ ഇതിനകത്ത് ആ ഉപ്പ് വെള്ളത്തിൽ എത്ര കമ്പോണൻസ് ആണുള്ളത്? 2 കമ്പോണൻസ് ആണുള്ളത് അല്ലെ. അതായത് ഉപ്പുണ്ട് വെള്ളമുണ്ട്. അപ്പോ ഏതൊരു ലായനി നമ്മൾ എടുത്താലും മിനിമം എത്ര കമ്പോണൻസ് അതിനകത്ത് ഉണ്ടാവും? 2 കമ്പോണൻസ് ഉണ്ടാവും. അതാണ് പറയുന്നത് ഒരേ സ്വഭാവമുള്ള രണ്ടോ അതിലധികമോ പദാർത്ഥങ്ങളുടെ മിശ്രിതത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ലായനി എന്ന് പറയുന്നത്. ഇനി നമ്മള് ഇപ്പോ ഉപ്പ് വെള്ളം ഉണ്ടാക്കി കഴിഞ്ഞപ്പോ അതിനകത്ത് വെള്ളവും എടുത്തു, അതുപോലെ തന്നെ ഉപ്പും എടുത്തു. അപ്പൊ ഈ വെള്ളമാണ് നമ്മൾ എടുക്കുന്ന കൂടുതൽ എമൗണ്ട് അല്ലെ. നമ്മൾ ഉപ്പാണോ രണ്ടും ഒരേ അളവിലല്ലല്ലോ എടുക്കുന്നത്. കൂടുതൽ വെള്ളം കുറച്ച് ഉപ്പാണ് എടുക്കുന്നത്. അതായത് ഒരു ലായനി നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആ ലായനിയില് കൂടുതൽ അളവിലുള്ള ഒരു പദാർത്ഥം ഉണ്ടാവും, കുറഞ്ഞ അളവിലുള്ള ഒരു പദാർത്ഥം ഉണ്ടാവും. ഓക്കെ, അതാണ് ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം. അടുത്തത് നമ്മൾ ആ കൂടുതൽ അളവുള്ള ആ ഒരു പദാർത്ഥത്തിനകത്തേക്ക് കുറഞ്ഞ അളവിലുള്ള ഒരു സാധനം നമ്മൾ ആഡ് ചെയ്യാണ്. അതായത് ഉപ്പുവെള്ളം എടുത്തു കഴിഞ്ഞാൽ ആ വെള്ളത്തിനകത്തേക്ക് നമ്മൾ എന്തിട്ടു? ഉപ്പിട്ടു. അപ്പോ ആ ലായനിയിൽ ലയിച്ചു ചേരുന്നത് എന്താണ്? നമ്മൾ ഈ ആഡ് ചെയ്ത വളരെ കുറഞ്ഞ അളവിലുള്ള ഉപ്പാണ്. അപ്പോ ലായനിയിൽ ലയിച്ചു ചേരുന്ന ഈ പദാർത്ഥത്തിനെയാണ് നമ്മൾ ലീനം എന്ന് പറയുന്നത്. ലീനം. അതിന്റെ ഇംഗ്ലീഷ് വേർഡ് എന്താണ്? ലീനത്തിന് നമ്മൾ എന്താണ് പറയുന്നത്? സോല്യൂട്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, സോല്യൂട്ട്. അപ്പൊ ലായനിയിൽ ലയിച്ചു ചേരുന്ന പദാർത്ഥമാണ് ലീനം. ഇനി ഈ ലീനം ഏതിലാണ് ലയിക്കുന്നത്? ഇപ്പൊ നമ്മൾ ഉപ്പിട്ടപ്പോ ഉപ്പ് ഏതിനകത്താണ് ലയിക്കുന്നത്? ആ വെള്ളത്തിലാണ് ലയിക്കുന്നത് അല്ലെ. അപ്പൊ അതിനെയാണ് ലായകം അഥവാ സോൾവെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ഒരു ലായനിയിൽ ലയിച്ചു ചേരുന്ന പദാർത്ഥത്തിന് ലീനം സോല്യൂട്ട് എന്നും ഏതിലാണോ ആ ലീനം ലയിക്കുന്നത് അതിനെ ലായനി അഥവാ സോൾവെന്റ് എന്നും പറയുന്നു. അതിന്റെ അർത്ഥം എന്താണ്? ഒരു ലായനി അല്ലെങ്കിൽ ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് 2 കമ്പോണൻസ് ഉണ്ടാവും. ലീനം ഉണ്ടാവും, അതുപോലെ തന്നെ ലായകവും ഉണ്ടാകും. ലീനവും ലായകവും കൂടി ചേരുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? ലായനി എന്ന് പറയാം. അപ്പൊ അതിനകത്ത് കുറഞ്ഞ അളവിലുള്ളത് ആരായിരിക്കും? ലീനായിരിക്കും. കൂടിയ അളവിലുള്ളത് ആരായിരിക്കും? ലായകം ആയിരിക്കും. ഓക്കെ, അപ്പൊ ഒരു ലായനിയിലെ കുറഞ്ഞ അളവിലുള്ള ഘടകം ലീനം. ലായകം ഒഴികെയുള്ള ഒന്നോ അതിലധികമോ ഘടകങ്ങളെ വിളിക്കുന്നത് എന്താണ്? ലീനങ്ങൾ. ലീനങ്ങൾ എന്നാണ് വിളിക്കുക. ഓക്കെ, അതായത് ഇപ്പൊ നമ്മൾ ഉപ്പും പഞ്ചസാരയും ഒരുമിച്ചിട്ട് നമ്മള് വെള്ളം പ്രിപ്പയർ ചെയ്യാണ്, ലായനി പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ എങ്ങനെയാണ്? അതിനകത്ത് 2 ലീനം ഉണ്ട് അല്ലെ. അപ്പൊ ലായകം ഒഴികെയുള്ള ഒന്നോ അതിലധികമോ ഘടകങ്ങളെ വിളിക്കുന്നത് എന്താണ്? അവിടെ ഉപ്പും പഞ്ചസാരയും ഉള്ളത് കൊണ്ട് നമ്മൾ അതിനെ ലീനങ്ങൾ, സോല്യൂട്ട്സ് എന്നായിരിക്കും വിളിക്കുക. ക്ലിയർ ആണല്ലോ? ഇനി അടുത്തത്, ഇത് സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്, എന്നാലും ജസ്റ്റ് നമ്മൾ ഒന്ന് ഈ ഒരു ടോപ്പിക് ഒന്ന് നിങ്ങളുടെ മൈൻഡിലേക്ക് കയറാൻ വേണ്ടി, ഇതൊന്നും ഇല്ലാന്ന് എനിക്കറിയാം, എന്നാലും നമുക്ക് ജസ്റ്റ് ഇതൊന്ന് സോൾവ് ചെയ്യാം. നോക്കുക, ലായനി ഉണ്ട്, അതുപോലെ തന്നെ എന്താണ് ലീനത്തിന്റെ അവസ്ഥ ഏതാണെന്നുള്ളതുണ്ട്, ലായകത്തിന്റെ അവസ്ഥയുണ്ട്, ലായനിയുടെ അവസ്ഥയുണ്ട്. ഇവിടെ അവസ്ഥ എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് അതിന്റെ ഭൗതിക അവസ്ഥയാണ്, അല്ലെങ്കിൽ അതിന്റെ ഫിസിക്കൽ സ്റ്റേറ്റ് ഏതാണെന്നാണ് ഇവിടെ ലീനത്തിന്റെ അവസ്ഥ, ലായകത്തിന്റെ അവസ്ഥ, ലായനിയുടെ അവസ്ഥ എന്നുള്ള രീതിയിൽ ഉദ്ദേശിച്ചിരിക്കുന്നത്. നോക്കുക, പിച്ചള എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇറ്റ് ഈസ് ദ മിക്സ്ചർ ഓഫ് സിങ്ക് ആൻഡ് കോപ്പർ. സിങ്കിന്റെയും ചെമ്പിന്റെയും കൂടിയിട്ട് ഉള്ള ഒരു മിക്സ്ചറിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? പിച്ചള എന്ന് വിളിക്കുന്നത്. അപ്പോ ഇത് മിക്സ്ചർ ആകുമ്പോ സിങ്ക് ഉണ്ട്, ചെമ്പുണ്ട് അല്ലെ. അപ്പൊ ഇതിനകത്തുള്ള ഒരു ലീനം, ഒരു സോല്യൂട്ട് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട്, അതുപോലെ തന്നെ ഇവിടെ സോൾവെന്റ് ലായകമുണ്ട്. അപ്പൊ ലീനത്തിന്റെ അവസ്ഥ ഇവിടെ എന്താണ്? സിങ്ക് എന്ന് പറയുമ്പോൾ അത് ഖര അവസ്ഥയിലാണ്.
അതുപോലെ ചെമ്പ് എന്താണ്? ചെമ്പാണ് ഇവിടുത്തെ ലായകം. അപ്പൊ ഇവിടുത്തെ ലായകം ഏതവസ്ഥയിലാണ്? ഖരാവസ്ഥയിലാണ്. അപ്പൊ രണ്ടും ഖരാവസ്ഥയിലാണ്. അപ്പൊ ഇവിടുത്തെ ലായനിയും ഏതവസ്ഥയിൽ തന്നെയായിരിക്കും? ഖരാവസ്ഥയിൽ തന്നെയായിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ മനസ്സിലാക്കാം ഖരാവസ്ഥയിലും എന്തുണ്ട്? ലായനികൾ ഉണ്ടെന്ന് മനസ്സിലാക്കാം. അപ്പൊ ലായനിയുടെ അവസ്ഥ ഖരം. ഇനി ഉപ്പ് ലായനിയിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ നമ്മൾ അവിടെ ചേർക്കുന്ന ലീനം എന്താണ്? ഉപ്പ്. ഇനി ഞാൻ ലീനം ലായകം എന്ന് തന്നെ പറയാം കേട്ടോ. ഉപ്പാണ് അവിടുത്തെ ലീനം. അപ്പൊ ലീനത്തിന്റെ അവസ്ഥ എന്താണ്? ഖരാവസ്ഥയാണ് അല്ലെ. അപ്പൊ ലീനത്തിന്റെ അവസ്ഥ ഖരാവസ്ഥയാണ്, ഖരം. ഇനി എന്താണ് ഇവിടെ ജലം? ജലം എന്ന് പറയുന്നത് ഇവിടുത്തെ ലായകമാണ്. അതിന്റെ അവസ്ഥ, അതിന്റെ ഫിസിക്കൽ സ്റ്റേറ്റ് എന്താണ്, അല്ലെങ്കിൽ ഭൗതിക അവസ്ഥ എന്താണ്? അത് ഏത് അവസ്ഥയിലാണ്? ദ്രാവക അവസ്ഥയിലാണ് അല്ലെ. ദ്രാവക അവസ്ഥയിലാണ് അതിരിക്കുന്നത്, ദ്രാവകം. ഓക്കെ. ഇനി സോഡാ വെള്ളം. അപ്പൊ ഇതിന്റെ ലായനിയുടെ അവസ്ഥ എന്താണ്? അത് ഇവിടെ തന്നിട്ടുണ്ട്, ദ്രാവക എന്ന് തന്നിട്ടുണ്ട്. ഇനി സോഡാ വെള്ളം എന്ന് പറഞ്ഞാൽ അതിനകത്തുള്ള ഗ്യാസ്, അല്ലെങ്കിൽ സോഡാ വെള്ളം എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തൊക്കെയാണുള്ളത്? കാർബൺ ഡൈ ഓക്സൈഡും ഉണ്ട്, ജലവും ഉണ്ട്. അപ്പൊ കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നതാണ് അവിടുത്തെ ലീനം. അപ്പൊ ലീനം ഏതാണ്? വാതക അവസ്ഥയിലാണ് അവിടെ ഉള്ളത്. അവിടുത്തെ ലായകം ആരാണ്? ജലമാണ് അല്ലെ. അപ്പൊ അതെന്തവസ്ഥയിലാണ്? അത് ദ്രാവകാവസ്ഥയിലാണ്. അപ്പൊ അവിടുത്തെ ലായനി എന്തായിരിക്കും? ദ്രാവകമായിരിക്കും അല്ലെ. ഇനി അടുത്തത് ആൽക്കഹോളും ജലവും ചേർന്ന മിശ്രിതം. ആൽക്കഹോൾ എന്ന് പറയുന്നത് ദ്രാവകമാണ്, ജലവും എന്ത് തന്നെയാണ്? ദ്രാവകമാണ്. അപ്പൊ അവിടുത്തെ ലായനി എന്ത് തന്നെയാണ്? അത് ദ്രാവകാവസ്ഥയിൽ തന്നെയായിരിക്കും. സോ ഇതിനകത്ത് നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ലായകത്തിന്റെ അവസ്ഥയെ, അല്ലെങ്കിൽ ലായകത്തിന്റെ ഭൗതിക അവസ്ഥയെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ്, അതിനെ ആശ്രയിച്ചിട്ടാണ് എന്തിരിക്കുന്നത്? ലായനിയുടെ ഭൗതിക അവസ്ഥ ഇരിക്കുന്നത്. ഇവിടെ ലായകം ഖരാവസ്ഥയായപ്പോ ലായനി ഖരമായി, ദ്രാവകമായപ്പോ ദ്രാവകാവസ്ഥ. അപ്പൊ അതാണ് അതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു കോൺസെപ്റ്റ്. 90% ഓഫ് ലായനിയുടെ ഭൗതിക അവസ്ഥയും എന്തിന്റെ ഭൗതിക അവസ്ഥയെ ആശ്രയിച്ചായിരിക്കും ഇരിക്കുന്നത്? ലായകത്തിന്റെ ഭൗതിക അവസ്ഥയെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും ഇരിക്കുന്നത്. ഓക്കെ. ഇനി ഇത് വളരെയധികം പ്രധാനപ്പെട്ടതാണ്. ഇവിടെ ഞാനിത് ഒന്നുകൂടിയും റീറൈറ്റ് ചെയ്യാം കേട്ടോ, കാരണം അത്ര ക്ലിയർ അല്ല. അപ്പൊ ഇത് ഇവിടെ എഴുതാം: വാതക ലായനികൾ, ദെൻ ദ്രാവക ലായനികൾ, ഖര ലായനികൾ. ഇത് പ്രധാനപ്പെട്ടതാണെന്ന് പറയാനുള്ള കാരണം ഇവിടെ കുറെ ഉദാഹരണങ്ങൾ തന്നിട്ടുണ്ട്, കണ്ടോ. അപ്പൊ ഈ ഓരോ ഉദാഹരണങ്ങൾ തന്നിട്ട് ഇത് ഏത് ലായനി വിഭാഗത്തിൽ പെടുന്നതാണെന്ന് ചോദിക്കും. അപ്പൊ നോക്കാം. അപ്പൊ ഇവിടെ വാതക ലായനി എന്ന് പറയുമ്പോൾ തന്നെ അത് 3 തരത്തിലുണ്ട്. അതായത് വാതക ലായനി എന്ന് പറയുമ്പോൾ അവിടുത്തെ ലായകം എപ്പോഴും ആരായിരിക്കും? വാതകം തന്നെയായിരിക്കും. ലീനത്തിനാണ് വ്യത്യാസം വരാം. ലീനം എങ്ങനെയാണ്? വാതകാവസ്ഥയിലുള്ളതുണ്ടാവും, ദ്രാവകാവസ്ഥയിലുള്ളതുണ്ടാവും, ഖരാവസ്ഥയിലുള്ളതുണ്ടാവും. അതുപോലെ തന്നെ ദ്രാവക ലായനി എന്ന് പറയുമ്പോൾ ലായകം എപ്പോഴും ദ്രാവകമായിരിക്കും. ഖരലായനി എന്ന് പറയുമ്പോൾ ലായകം എപ്പോഴും എന്തായിരിക്കും? ഖരാവസ്ഥയിലായിരിക്കും. ഇനി അപ്പൊ നമുക്ക് നോക്കാം. വാതക ലായനി, വാതകം അതായത് ലീനവും വാതകമാണ്, ലായകം വാതകമായിട്ടുള്ളതാണ്. ഓക്സിജൻ, നൈട്രജൻ വാതകങ്ങളുടെ മിശ്രിതം. ഇത് ബൈഹാർട്ട് ചെയ്ത് പഠിക്കുക, കാരണം ഇങ്ങനെ ചോദിക്കും. ഇനി ലീനം ദ്രാവകവും ലായകം വാതകവും ആകുന്നതിന് എക്സാമ്പിൾ എന്താണ്? ക്ലോറോഫോം ചേർത്തിട്ടുള്ള നൈട്രജൻ വാതകമാണ്. ഖരം വാതകം വരുമ്പോഴോ കർപ്പൂരം ലയിപ്പിച്ച നൈട്രജൻ വാതകം. അപ്പൊ ഈ 3 വാതക ലായനിയുടെ വിഭാഗത്തിൽ പെടുന്നതാണ്. ഇനി നമുക്ക് ദ്രാവക ലായനിയിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ വാതകം, ദ്രാവകം, ലീനം വാതകവും ലായകം ദ്രാവകവുമായിട്ടുള്ളത് ഏതാണ്? ഓക്സിജൻ ജലത്തിൽ ലയിച്ച മിശ്രിതം. ദ്രാവകം ഏതാണ്? എത്തനോളിന്റെ ജലത്തിലുള്ള ലായനി. ഖരം ദ്രാവകം വരുമ്പോൾ ഗ്ലൂക്കോസിന്റെ ജലത്തിലുള്ള ലായനി. ഇനി ഖരലായനികൾക്ക് എക്സാമ്പിൾ എന്തൊക്കെയാണ്? വാതകം, ലീനം വാതകവും ലായകം ഖരവും ആവുമ്പോൾ ഹൈഡ്രജന്റെ പലേഡിയത്തിലുള്ള ലായനി. ദ്രാവകവും ഖരവും വരുമ്പോൾ രസവും സോഡിയവും ചേർന്ന അമാൽഗം. ഖരം വരുമ്പോ എന്താണ്? ചെമ്പിന്റെ സ്വർണത്തിലുള്ള ലായനി. അപ്പോ ഈ ഉദാഹരണങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് പഠിച്ചിരിക്കുക. ഇത് വെച്ചിട്ടായിരിക്കും ഇതിന്റെ ക്വസ്റ്റ്യൻസ് ചോദിക്കുക. ഓക്കെ. അപ്പോ ഇതിനകത്ത് ഇപ്പൊ നമുക്ക് അങ്ങനെ വേറെ കൺഫ്യൂഷൻസ് വരാനുള്ളതില്ല. നമുക്കത് സ്വയം പഠിക്കാനുള്ളതേ ഉള്ളൂ. ഓക്കെ.
അല്ലെങ്കിൽ പിന്നെ ചോദിക്കാവുന്ന ഒരു ചോദ്യം, ഇവിടെ ഇപ്പൊ ക്ലോറോഫോം ചേർത്തിട്ടുള്ള നൈട്രജൻ വാതകം, അതിനകത്ത് ലീനം ഏതാണ്, ലായകം ഏതാണ്, അല്ലെങ്കിൽ അതിന്റെ ഭൗതികാവസ്ഥ എന്താണ്? അത്രയും സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ചിലപ്പോൾ ചോദിക്കില്ല. അപ്പൊ നിങ്ങൾ ഉദാഹരണങ്ങൾ പഠിച്ചു വെക്കാം കേട്ടോ. ഓക്കെ, ഇനി അടുത്തതാണ് ലായനിയുടെ ഗാഢത. എന്താണ് ലായനിയുടെ ഗാഢത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മള് ലാബില് നമ്മൾ എങ്ങനെയാണ് കോൺസെൻട്രേഷൻ എങ്ങനെയാ പറയാ? അതായത് ഇപ്പൊ ഡൈല്യൂട്ടഡ് സൊല്യൂഷൻ നമ്മൾ പറയാം അല്ലെ, ഡൈല്യൂട്ട് ആസിഡ് എന്ന് പറയും, അല്ലെങ്കിൽ കോൺസെൻട്രേറ്റഡ് ആസിഡ് എന്ന് പറയും. അതായത് നേർപ്പിച്ച ലായനിയും ഉണ്ട്, അതുപോലെ തന്നെ ഗാഢ ലായനിയും ഉണ്ട് അല്ലെ. അങ്ങനെയൊക്കെ നമ്മൾ കോമൺ ആയിട്ട് പറയുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, ഞാൻ 2 ബീക്കർ എടുത്തു എന്ന് വിചാരിക്കാം. 2 ബീക്കർ ഞാൻ എടുത്തിട്ടുണ്ട്. ഈ 2 ബീക്കറിലും ഞാൻ സെയിം എമൗണ്ട് ഓഫ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാൻ ഇവിടെ ഒരു 30 ml വെള്ളം എടുത്തിരിക്കുന്നു, ഇവിടെയും 30 ml വെള്ളം എടുത്തിരിക്കുന്നു എന്ന് വിചാരിക്കാം. അപ്പൊ 2 എണ്ണത്തിലും വാട്ടർ ആണ് ഉള്ളത്. ഓക്കെ, ഇനി ഞാൻ ആദ്യത്തെ ബീക്കറിനകത്ത്, അപ്പൊ ഇത് ബീക്കർ 1ഉം ഇത് ബീക്കർ 2 ആണ്. ഈ ആദ്യത്തെ ബീക്കറിനകത്ത് ഞാനൊരു 2-3 തരി എന്തിടാണ്, KMnO4 ഇടാണ്. 2-3 തരി KMnO4 ഇട്ടു. ഓക്കെ, ഇവിടെയാണെങ്കിൽ ഞാനൊരു 5-6 തരി KMnO4 ഇട്ടു. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോ ഇതിനകത്ത് നമ്മൾ നന്നായിട്ട് അത് സ്റ്റിർ ചെയ്ത് ഇളക്കി ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ അതിനകത്ത് നിറത്തിൽ വ്യത്യാസം വരും അല്ലെ. KMnO4 നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത് കൊണ്ട് 2 എണ്ണത്തിനും കളേർഡ് ആയിട്ടുള്ള സൊല്യൂഷൻ ആവും. 2 ബീക്കറിനകത്തും സൊല്യൂഷൻ കളേർഡ് ആവും. പക്ഷെ 2 എണ്ണത്തിനും കളർ ഒരുപോലെ ആയിരിക്കോ? ആയിരിക്കില്ല അല്ലെ. കാരണം നമ്മൾ ആദ്യത്തെ ബീക്കറിനകത്ത് 2-3 തരി KMnO4 ഇട്ടിട്ടുള്ളൂ. അടുത്തതിൽ എന്താണ് നമ്മൾ ഇട്ടിട്ടുള്ളത്? 5-6 തരി ഇട്ടിട്ടുണ്ട്. അതായത് ഇവിടെ നമ്മൾ ചേർത്തിട്ടുള്ള ലീനത്തിന്റെ അളവ് കൂടുതലാണ്. അപ്പോ ഈ രണ്ടാമത്തെ ബീക്കറിൽ നമ്മൾ ചേർത്തിട്ടുള്ള ലീനത്തിന്റെ അളവ് കൂടുതലായതുകൊണ്ട് ആ സൊല്യൂഷന്റെ നിറം എന്തായിരിക്കും? കടുത്ത നിറമായിരിക്കും. ഇവിടെ നമ്മൾ ഇട്ട ലീനത്തിന്റെ അളവ് കുറവായതുകൊണ്ട് ഇവിടെ അത്രയും കടുത്ത കളറൊന്നും ഉണ്ടാവില്ല. ഒരു ലൈറ്റ് കളർ, ഒരു കുറച്ച് ലൈറ്റ് ആയിട്ടുള്ള നിറമായിരിക്കും നമുക്ക് കിട്ടുക. ഇതുപോലെ തന്നെയല്ലേ നമ്മൾ. അപ്പൊ ഇതാണ് ശരിക്കും ഗാഢതയുടെ ഒരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ്. അതായത് ഒരു നിശ്ചിത അളവ് ലായനിയിൽ ലയിച്ചു ചേർന്നിട്ടുള്ള ലീനത്തിന്റെ അളവ്, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? ലായനിയുടെ ഗാഢത എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ ഈ 30 ml ആദ്യത്തെ ബീക്കർ നമ്മൾ എടുക്കുകയാണെങ്കിൽ 30 ml വെള്ളം എടുത്തു. ആ 30 ml വെള്ളത്തിനകത്ത് നമ്മൾ 2-3 തരി KMnO4 ഇട്ടു. അപ്പൊ ഒരു നിശ്ചിത അളവ് ലായനിയായത്, ഈ നിശ്ചിത അളവ് ലായനിയിൽ ഇവിടെ ലയിച്ചു ചേർന്ന ലീനം എത്രയായിരുന്നു? 2-3 തരി KMnO4 ആയിരുന്നു. എന്നാൽ ഇവിടെ വരുമ്പോ നിശ്ചിത അളവ് ലായനിയിൽ ഇവിടെ ലയിച്ചു ചേർന്ന ലീനത്തിന്റെ അളവ് എത്രയാണ്? 5-6 തരി KMnO4 ആണ്. അപ്പോ അതാണ് ലായനിയുടെ ഗാഢത എന്ന് പറഞ്ഞ. ഒരു നിശ്ചിത അളവ് ലായനിയിൽ ലയിച്ചു ചേർന്നിട്ടുള്ള ലീനത്തിന്റെ അളവിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? ലായനിയുടെ ഗാഢത എന്ന് പറയുന്നത്. ഓക്കെ, ഡെഫിനിഷൻ അറിഞ്ഞിരിക്കണം. കാരണം സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസിനകത്ത് ചിലപ്പോ ഇത് ഡെഫിനിഷൻ തന്നിട്ടായിരിക്കാം ചിലപ്പോ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഓക്കെ, ഇനി ഒരു ലായനിയില് ലീനത്തിന്റെ അളവ് കുറവാണെന്ന് വിചാരിക്കുക. ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഒരെണ്ണത്തിൽ കുറച്ചും ഒരെണ്ണത്തിൽ കൂടുതലും. അപ്പൊ ആദ്യത്തെ ബീക്കറിനകത്ത് കുറച്ചേ ഉള്ളൂ അല്ലെ, അളവ് ലീനത്തിന്റെ അളവ് കുറവാണ് കമ്പയർ ടു സെക്കൻഡ് ബീക്കർ. അപ്പോ അങ്ങനെ ലീനത്തിന്റെ അളവ് ഒരു ലായനിയിൽ കുറവാണെങ്കിൽ അതിനെ നമ്മൾ നേർത്ത ലായനി എന്ന് പറയും. നേർത്ത ലായനി. ഇനി ലീനത്തിന്റെ അളവ് കൂടുതലാണെങ്കിൽ അതിനെ എന്തെന്ന് പറയും? നമ്മൾ ഗാഢ ലായനി എന്ന് പറയും. അപ്പൊ നമ്മൾ എടുത്തേണ കേസിൽ ഏതാണ് നേർത്ത ലായനി, ഏതാണ് ഗാഢ ലായനി? നമ്മൾ എടുത്തിരിക്കുന്ന കേസില് ഇതിനകത്തല്ലേ കൂടുതൽ അളവ് ഇതുള്ളത്, കുറച്ചുള്ളത് ഇതിനകത്താണ്. ഒരു സെക്കൻഡ്. നോക്കാം, ഇവിടെയാണ് കുറച്ച് അളവിലുള്ളത് അല്ലെ. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ കോൺസെപ്റ്റ് വെച്ചിട്ട് ഇതായിരിക്കും ഇവിടുത്തെ നേർത്ത ലായനി. ഇവിടുത്തെ നേർത്ത ലായനി എന്ന് പറയുന്നത് ഇതായിരിക്കും. കാരണം ഇവിടുത്തെ ലീനത്തിന്റെ അളവ് കുറവാണ്. ഇതെന്തായിരിക്കും? ഇവിടുത്തെ ഗാഢ ലായനി ആയിരിക്കും. കാരണം ഇവിടുത്തെ ലീനത്തിന്റെ അളവ് കൂടുതലാണ്. ഓക്കെ, ഇനി
ഈ ലായനിയുടെ ഗാഢത പ്രസ്താവിക്കുന്ന കുറച്ച് മാർഗങ്ങളുണ്ട്. നമ്മൾ ഓരോ ലായനിയും നമ്മൾ ചിലപ്പോൾ ഹ്യൂജ് എമൗണ്ടിൽ പ്രിപ്പയർ ചെയ്യുന്നതുണ്ടാവും, വളരെ ചെറിയ എമൗണ്ടിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ടാവും. അപ്പോ ഓരോന്നിനും ഓരോ മെത്തേഡ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ ലായനിയുടെ ഗാഢത കണ്ടുപിടിക്കുന്ന കുറച്ച് മാർഗങ്ങളുണ്ട്. അതെന്താണെന്ന് പറയാം. അതിനകത്ത് ഒന്നാമത്തെ ലായനിയുടെ ഗാഢത കണ്ടുപിടിക്കുന്ന ഒന്നാമത്തെ മെത്തേഡാണ് മാസ് പെർസെന്റേജ് എന്ന് പറയുന്നത്. മാസ് പെർസെന്റേജ് ഉണ്ട്, വോളിയം ബൈ പെർസെന്റേജ് ഉണ്ട്, അതുപോലെ പാർട്സ് പെർ മില്യൺ PPM ഉണ്ട്, പിന്നെ എന്താണ് മോൾ ഭിന്നം അഥവാ മോൾ ഫ്രാക്ഷൻ, പിന്നെ മൊളാരിറ്റി, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. അപ്പോ ആദ്യത്തെ നമുക്ക് നോക്കാം മാസ് പെർസെന്റേജ്. മാസ് പെർസെന്റേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിനെ ഇങ്ങനെയാണ് കേട്ടോ നമ്മൾ ഇതിനെ എപ്പോഴും മാസ് പെർസെന്റേജ് എന്ന് പറയുമ്പോൾ W/W, വെയിറ്റ് ബൈ വെയിറ്റ് എന്നുള്ള രീതിയിലായിരിക്കും ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോ നമുക്കറിയാം ഗാഢത പ്രസ്താവിക്കുന്ന മാർഗമാണ് മാസ് പെർസെന്റേജ്. ഗാഢത എന്താണ്? ഒരു നിശ്ചിത അളവ് ലായനിയിൽ ലയിച്ചു ചേർന്നിട്ടുള്ള ലീനത്തിന്റെ അളവാണ് ലായനിയുടെ ഗാഢത. അപ്പൊ ഇവിടെ മാസ് പെർസെന്റേജ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക? ഒരു ലായനിയില് ലയിച്ചു ചേർന്ന ലീനത്തിന്റെ അളവ് നമ്മൾ എങ്ങനെ പ്രസ്താവിക്കുന്നു? ശതമാനത്തിൽ പ്രസ്താവിക്കുന്നു. ആ രീതിയെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? മാസ് പെർസെന്റേജ് എന്ന് പറയുന്നത്. ലായനിയിൽ ലയിച്ചു ചേർന്നിട്ടുള്ള ലീനത്തിന്റെ അളവ് ശതമാനത്തിൽ പ്രസ്താവിക്കുന്ന രീതിയാണ് മാസ് പെർസെന്റേജ്. ഈ പെർസെന്റേജ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം 100ൽ എത്ര എന്നുള്ളതാണ് നമ്മൾ പെർസെന്റേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെ? അതായത് 100 ഗ്രാം ലായനിയിൽ എത്ര ഗ്രാം ലീനം അടങ്ങിയിരിക്കുന്നു എന്ന് പ്രസ്താവിക്കുന്ന മെത്തേഡാണ് എന്ത്? മാസ് പെർസെന്റേജ് എന്ന് പറയുന്നത്. ഈ മാസ് പെർസെന്റേജ് നമ്മൾ കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത് ഇൻഡസ്ട്രിയലി പ്രിപ്പയർ ചെയ്യുന്ന സൊല്യൂഷൻസിനും ഒക്കെയാണ് നമ്മൾ ശരിക്കും എന്ത് ഉപയോഗിക്കുന്നത്? മാസ് പെർസെന്റേജ് എന്ന് പറയുന്ന ഈ ഒരു കോൺസെൻട്രേഷൻ മെത്തേഡ് നമ്മൾ ഈ ഗാഢത പ്രസ്താവിക്കാനുള്ള മാർഗം നമ്മൾ ഉപയോഗിക്കുന്നത്. ഇപ്പോ നമുക്ക് വിപണിയിൽ കിട്ടുന്ന ബ്ലീച്ചിങ് പൗഡർ ഉണ്ടല്ലോ, ബ്ലീച്ചിങ് ലായനി എന്നൊക്കെ പറയുന്ന ബ്ലീച്ചിങ് ലായനി ഉണ്ടല്ലോ. ഈ ബ്ലീച്ചിങ് ലായനി എന്ന് പറയുന്നത് ശരിക്കും ബ്ലീച്ചിങ് ലായനി അല്ലെങ്കിൽ ബ്ലീച്ചിങ് പൗഡറിന്റെ കെമിക്കൽ നെയിം എന്താണ്? സോഡിയം ഹൈപ്പോക്ലോറൈറ്റ് എന്നാണ്. അപ്പോ 3.23 മാസ് ശതമാനമുള്ള സോഡിയം ഹൈപ്പോക്ലോറൈറ്റിന്റെ ജലീയ ലായനിയാണ് എന്തെന്ന് പറയുന്നത്? ബ്ലീച്ചിങ് പൗഡർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അത് നമ്മൾ ഇതിനകത്ത് പ്രസ്താവിക്കുന്നത് മാസ് പെർസെന്റേജിലാണ് പ്രസ്താവിക്കുന്നത്. അപ്പൊ ഇൻഡസ്ട്രിയലി നമ്മൾ വ്യാവസായികമായിട്ട് വളരെ കൂടുതൽ എമൗണ്ടിലൊക്കെ പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു മാർഗം സ്വീകരിക്കുക. അപ്പൊ എന്താണ് മാസ് പെർസെന്റേജ് എന്ന് നോക്കാം. അതായത് ലീനത്തിന്റെ മാസ് ഡിവൈഡഡ് ബൈ ലായനിയുടെ മാസ് ഇൻറ്റു 100. 100ൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? നമുക്ക് ശതമാനത്തിലാണ് ഇത് പ്രസ്താവിക്കേണ്ടത്, അതുകൊണ്ടാണ് 100 എടുത്തിരിക്കുന്നത്. അപ്പൊ ലീനത്തിന്റെ മാസ് ഡിവൈഡഡ് ബൈ ലായനിയുടെ മാസ് ഇൻറ്റു 100. ഈ ലായനിയുടെ മാസ് എന്ന് പറയുമ്പോൾ അവിടെ ആരൊക്കെ ഉണ്ടാവും? ലീനം ഉണ്ടാവും, ലായകം ഉണ്ടാവും. അത് രണ്ടും കൂടി ചേർന്നതായിരിക്കും ആരുടെ മാസ് എന്ന് പറയുന്നത്? ലായനിയുടെ മാസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ചാപ്റ്ററിനകത്ത് നമുക്ക് കൂടുതലായിട്ടും ഇതുപോലെ കുറെ ക്വസ്റ്റ്യൻസ്, അതായത് കണക്ക് മാത്സ് ചെയ്യേണ്ട ഇക്വേഷൻ വൈസ് ചെയ്യേണ്ട കുറെ ക്വസ്റ്റ്യൻസുകൾ ഉണ്ട്. മൊളാലിറ്റി എല്ലാം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ആദ്യം തന്നെ അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇക്വേഷൻസ് വളരെ നന്നായിട്ട് പഠിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാതെ. ഇപ്പൊ നമ്മൾ ഒരെണ്ണം പഠിക്കുമ്പോൾ നമുക്ക് എളുപ്പമാണ്, പക്ഷെ എല്ലാം കൂടി പഠിക്കുമ്പോൾ കൺഫ്യൂഷൻ ആയിപ്പോ. അപ്പൊ ഓരോന്നും കറക്റ്റ് ആയിട്ട് പഠിക്കുക. അപ്പൊ മാസ് പെർസെന്റേജ് എങ്ങനെ കണ്ടുപിടിക്കേണ്ടേ? ലീനത്തിന്റെ മാസ് ഡിവൈഡഡ് ബൈ ലായനിയുടെ മാസ് ഇൻറ്റു 100. അതെന്താ മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇക്വേഷൻ നമുക്ക് തന്നെ സ്വയം എഴുതാനായിട്ട് പറ്റും, അല്ലെ? അപ്പോ ലായനിയിലുള്ള 100 ഗ്രാം ലായനിയിലുള്ള ലീനത്തിന്റെ അളവാണ് നമുക്ക് ഇവിടെ പ്രസ്താവിക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഇവിടെ ഞാനൊരു എക്സാമ്പിൾ പറയാം. അതായത് 10%, ഇതിന്റെ എക്സാമ്പിൾ ഇതാണ്. 10% ഗ്ലൂക്കോസ് ഇൻ വാട്ടർ ബൈ മാസ്, 10% ഗ്ലൂക്കോസ് ഇൻ വാട്ടർ ബൈ മാസ് എന്നാണ് പറഞ്ഞത്. അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? അതിന്റെ അർത്ഥം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മള് ഒരു ബീക്കറിനകത്ത് 90 ഗ്രാം വെള്ളം എടുത്തേക്കാണ്. ഇതാണ് 90 ഗ്രാം വാട്ടർ നമ്മൾ എടുത്തേക്ക. ഈ 90 ഗ്രാം വാട്ടറിനകത്തേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്ന സാധനം എന്താണെന്നറിയോ? നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത് എന്താണ്? 10 ഗ്രാം ഗ്ലൂക്കോസ് ആണ്. ഓക്കെ, അതാണ് ഇതിന്റെ അർത്ഥം. 100 ഗ്രാം വെള്ളത്തിനകത്തേക്ക് 100 ഗ്രാം ഗ്ലൂക്കോസ് നമ്മൾ ഇട്ടിട്ട്, അതായത് ഒരു 100 ഗ്രാമിന്റെ സൊല്യൂഷൻ. ആ സൊല്യൂഷനിൽ എന്തൊക്കെയാ ഉള്ളത്?
90 ഗ്രാം വാട്ടർ ഉണ്ട്, 10% ഗ്ലൂക്കോസ് എന്ന് പറഞ്ഞാൽ 10 ഗ്രാം ഗ്ലൂക്കോസ് ആണ് നമ്മൾ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഒന്നുകൂടിയും പറയാം. 10% ഗ്ലൂക്കോസ് വെള്ളത്തിനകത്ത്, 10% ഗ്ലൂക്കോസ് ഇൻ വാട്ടർ ബൈ മാസ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം 100 ഗ്രാം സൊല്യൂഷൻ ഉണ്ട്. ആ 100 ഗ്രാം സൊല്യൂഷനിൽ എന്താണ് ഉള്ളത്? 90 ഗ്രാം വെള്ളം. ആ 90 ഗ്രാം വെള്ളത്തിനകത്തേക്ക് നമ്മൾ 10 ഗ്രാം ഗ്ലൂക്കോസിനെ ആഡ് ചെയ്യുന്ന ആ ഒരു ലൈൻ, ആ ഒരു പ്രോസസ്സ്, അതാണ് എന്ത്? 10% ഗ്ലൂക്കോസ് ഇൻ വാട്ടർ ബൈ മാസ് എന്ന് പറയുന്നത്. അതായത് 90 ഗ്രാം വാട്ടർ എന്ന് പറയുന്നത് അവിടുത്തെ ലായകവും 10 ഗ്രാം ഗ്ലൂക്കോസ് എന്ന് പറയുന്നത് അവിടുത്തെ എന്താണ്? ലീനവുമാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ മാസ് പെർസെന്റേജ് നമ്മൾ എങ്ങനെയാ കണ്ടുപിടിക്കുന്നത്? വെയിറ്റ് ബൈ വെയിറ്റ്, അതായത് ലീനത്തിന്റെ മാസ് ഡിവൈഡഡ് ബൈ ലായനിയുടെ ആകെ മാസ് ഇൻറ്റു 100. അപ്പൊ നമുക്ക് എങ്ങനെ ചെയ്യാതെ? ലീനത്തിന്റെ മാസ് ഇവിടെ എത്രയാണ്? 10 ഗ്രാം ഗ്ലൂക്കോസ് ആണ് നമ്മൾ ഇടുന്നത് അല്ലെ? അപ്പൊ 10 ഡിവൈഡഡ് ബൈ ലായനിയുടെ ആകെ മാസ് എന്ന് പറഞ്ഞാൽ, ലായനി എന്ന് പറയുമ്പോൾ ലീനത്തിന്റെയും ആഡ് ചെയ്യണം, ലായകത്തിന്റെയും ആഡ് ചെയ്യണം. അപ്പൊ ലീനത്തിന്റെ എത്രയാണ്? 10 പ്ലസ് ലായകത്തിന്റെ 90 ഗ്രാം വെള്ളമാണുള്ളത് അല്ലെ, ഇൻറ്റു 100. അപ്പൊ നമുക്ക് എന്തായിരിക്കും കിട്ടുക? 10/100 ഇൻറ്റു 100. അപ്പൊ എത്ര ശതമാനമാണ്? 10% അല്ലെ? 10% ആണ്. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ മാസ് പെർസെന്റേജ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പോ ഇതാണ് 10% ഗ്ലൂക്കോസ് ഇൻ വാട്ടർ ബൈ മാസ് എന്ന് പറഞ്ഞത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ പ്രോബ്ലം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് മനസ്സിലായില്ലേ? ഇപ്പൊ നമുക്ക് എന്താണ്, അപ്പൊ 10ന് പകരം 20% ആണ് തന്നിരിക്കണെങ്കിലോ അതിന്റെ അർത്ഥം എന്തായിരിക്കും? അതിന്റെ അർത്ഥം ഇവിടെ എത്ര ഗ്രാം വെള്ളം ഉണ്ടാവുള്ളൂ? 80 ഗ്രാം വെള്ളം ഉണ്ടാവുള്ളൂ. എത്ര ഗ്രാം ആയിരിക്കും നമ്മൾ ആഡ് ചെയ്യണേ ഇവിടേക്ക്? 20 ഗ്രാം ആയിരിക്കും നമ്മൾ ആഡ് ചെയ്യണേ. അപ്പൊ ഇവിടെ 10ന്റെ സ്ഥാനത്ത് 20 വരും, 90യുടെ സ്ഥാനത്ത് എന്ത് വരും? 80 വരും. അതാണ് അവിടെ വരുന്ന വ്യത്യാസം. അപ്പൊ ഇങ്ങനെയാണ് എന്ത് കണ്ടുപിടിക്കുന്നത്? നമ്മള് മാസ് പെർസെന്റേജ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പോ ഇതാണ് നമ്മള് ഗാഢത പ്രസ്താവിക്കാൻ നോക്കുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് എന്താണെന്ന് നോക്കാം നമുക്ക്. അടുത്ത മെത്തേഡ് എന്ന് പറയുന്നത് പാർട്സ് പെർ മില്യൺ ആണ്. എന്താണ്? പാർട്സ് പെർ മില്യൺ. പാർട്സ് പെർ മില്യൺ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു, ഇൻഡസ്ട്രിയലി നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന കാര്യങ്ങൾക്കാണ് നമ്മൾ മാസ് പെർസെന്റേജ് യൂസ് ചെയ്യുക. പക്ഷെ പാർട്സ് പെർ മില്യൺ എന്ന് പറഞ്ഞാൽ വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള, ഇപ്പൊ ഒരു ലൈനിലുള്ള വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ഒരു സോല്യൂട്ട്, അതിനകത്ത് എത്ര എന്തോരം ഉണ്ട്, ഒരു കുറെ ലൈന് നമ്മൾ പ്രിപ്പയർ ചെയ്താൽ അതിനകത്തുള്ള ഏതെങ്കിലും ഒരു ചെറിയ കണിക, ആ ലീനം എന്തോരം ഉണ്ട് എന്ന് കണ്ടുപിടിക്കാനാണ് നമ്മൾ പാർട്സ് പെർ മില്യൺ എന്ന് പറയുന്നത്. അതായത് ഒരു നിശ്ചിത മാസ് ലായനിയെ ദശലക്ഷം ഭാഗങ്ങളാക്കിയാൽ അതിൽ എത്ര ഭാഗമാണ് ലീനം എന്ന് സൂചിപ്പിക്കുന്ന അളവാണെന്ത്? പാർട്സ് പെർ മില്യൺ എന്ന് പറയുന്നത്. വളരെ കുറഞ്ഞ അളവിൽ അടങ്ങിയിരിക്കുന്ന ലീനത്തിന്റെ സാന്നിധ്യം പ്രസ്താവിക്കാനാണ് സാധാരണ ppm ഉപയോഗിക്കുന്നത്. അപ്പൊ അതൊരു ക്വസ്റ്റ്യൻ ആണ്. വളരെ കുറഞ്ഞ അളവിലുള്ള ലീനത്തിന്റെ സാന്നിധ്യം പ്രസ്താവിക്കാനുള്ള മാർഗമേത്? അപ്പൊ അതെന്താണ്? പാർട്സ് പെർ മില്യൺ ആണ്. ഓക്കെ, അപ്പൊ ഉദാഹരണത്തിന് കുടിവെള്ളത്തിൽ അനുവദനീയമായ ക്ലോറിന്റെ അളവ് 4 ppm ആണ്. അപ്പൊ കുടിവെള്ളത്തിനെ നമ്മൾ ദശലക്ഷം ഭാഗങ്ങളാക്കി മാറ്റിയിട്ട് അതിനകത്ത് എത്ര ക്ലോറിൻ ഉണ്ടെന്ന് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ്? ppm ആണ് നോക്കുക. അപ്പൊ ppm എത്ര വേണം? 4 ppm ആണ് ക്ലോറിന്റെ അനുവദനീയമായിട്ടുള്ള അളവ് കുടിവെള്ളത്തിൽ. വളരെ ഇമ്പോർട്ടന്റ് ആണ്, ചോദിക്കാറുണ്ട് എക്സാംസിന് കേട്ടോ. കുടിവെള്ളത്തിൽ അനുവദനീയമായിട്ടുള്ള ക്ലോറിന്റെ അളവ് എത്രയാണ്? 4 ppm ആണ്. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പോ എന്താണ് ഇനി നമുക്ക് ഇതിന്റെ ppm എന്ന് പറഞ്ഞാൽ പ്രതി ദശലക്ഷാംശം എന്നാണ് മലയാളത്തിൽ പറയാ. പാർട്സ് പെർ മില്യൺ എന്ന് പറഞ്ഞാൽ പ്രതി ദശലക്ഷാംശം. അപ്പൊ അതിന്റെ ഇക്വേഷൻ എന്താണ്? ഘടകത്തിന്റെ അംശങ്ങളുടെ എണ്ണം ഡിവൈഡഡ് ബൈ ലായനിയിലെ എല്ലാ ഘടകങ്ങളുടെയും ആകെ അംശങ്ങളുടെ എണ്ണം ഇൻറ്റു 10⁻⁶. ഓക്കെ, ഇതാണ് അതിന്റെ ഇക്വേഷൻ. ഘടകത്തിന്റെ അംശങ്ങളുടെ എണ്ണം ഡിവൈഡഡ് ബൈ ലായനിയിലെ എല്ലാ ഘടകങ്ങളുടെയും ആകെ അംശങ്ങളുടെ എണ്ണം ഇൻറ്റു 10⁻⁶. അതാണ് നമ്മൾ എന്ത് വെച്ചിട്ട് കാണുന്നത്? പാർട്സ് പെർ മില്യൺ വെച്ചിട്ട് കാണുന്നത്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഈ 2 മെത്തേഡ്സേ പറയുന്നുള്ളൂ. മാസ് പെർസെന്റേജ് അതിന്റെ ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെന്താണ്? പാർട്സ് പെർ മില്യൺ.
ഓക്കെ, അപ്പൊ ഇതാണ് ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അടുത്ത ബാക്കിയുള്ള മെത്തേഡുകൾ വോളിയം ബൈ പെർസെന്റേജ്, മോൾ ഫ്രാക്ഷൻ, പിന്നെന്താണ് മൊളാലിറ്റി, അതൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ട് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ചെയ്യാം. ഓക്കെ, അപ്പോ താങ്ക് യു.